ഉറങ്ങിക്കിടക്കുകയായിരുന്ന സിംഹത്തിൻ്റെ മുകളിലേക്ക് എന്തോ വീണു. സിംഹം ഉണർന്നു നോക്കുമ്പോൾ ഒരു എലി അബദ്ധത്തിൽ വീണിരിക്കുകയാണ്. ഉറക്കം നഷ്ടപ്പെട്ടു പോയ സിംഹം ക്ഷുഭിതനായി എലിയെ പിടിച്ച് ഞെക്കിക്കൊല്ലുവാൻ തീരുമാനിച്ചു. പ്രാണരക്ഷാർത്ഥം എലി സിംഹത്തിനോട് പറഞ്ഞു, രാജാവേ, ദയ കാണിക്കണം, കൊല്ലരുത്. എന്നെങ്കിലും എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അങ്ങേക്കൊണ്ടാകും. ഇത് കേട്ട് സിംഹം ആർത്ത് ചിരിക്കുകയാണ്, പരിഹസിച്ച്. എങ്കിലും അവനോട് ദയ തോന്നി, എലിയോട് ദയ തോന്നി. സിംഹം ആ എലിയെ വെറുതെ വിട്ടു. കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം വേടന്റെ വലയിൽ ഈ സിംഹം കുടുങ്ങുകയാണ്. തൻ്റെ പ്രാണനെ ഭയന്നുകൊണ്ട് അലറിക്കരയുന്ന സിംഹത്തിൻ്റെ കരച്ചിൽ കേട്ടതോ ഈ എലിയായിരുന്നു. ഓടിയെത്തിയ എലി താൻ നോക്കുമ്പോൾ തന്നെ അന്ന് രക്ഷപ്പെടുത്തിയ സിംഹമാണ് ഇന്ന് വലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. വലിയൊരു അധ്വാനത്തിന്, പരിശ്രമത്തിന് ശേഷം അതിൻ്റെ ഓരോ കണ്ണികളും കടിച്ചു മുറിച്ചുകൊണ്ട് ആ സിംഹത്തിനെ എലി രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് സിംഹത്തിനോട് എലി പറഞ്ഞു, പണ്ടൊരിക്കൽ എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് അങ്ങേക്ക് നേട്ടമുണ്ടാകും, പ്രയോജനമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അന്നെന്നെ അങ്ങ് പരിഹസിച്ചു. എന്നാൽ അന്ന് അങ്ങനെ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി ഈ നിസാരപ്പെട്ട എനിക്ക് അങ്ങയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചു. ചെറു ചെറു ചിന്തകളിൽ നിന്നുമാണ് വലിയ ആശയങ്ങൾ ഉടലെടുക്കുന്നത്. ഒന്നും നിസാരമല്ല, ആരും നിസാരരുമല്ല. ഒന്നിനെയും ആരെയും അവഗണിക്കുവാനോ ഒരിക്കലും നിസാരപ്പെടുത്തുവാനോ നമുക്ക് കഴിയില്ല. വലിയ യാത്രകൾ വലിയ വലിയ യാത്രകൾ നടക്കുന്നത് തന്നെ ആദ്യത്തെ ഒരു ചുവട്ടടിയാണ് അതിൻ്റെ തുടക്കം. മുന്നോട്ടുള്ള ഓരോ ചുവട്ടടികളും വലിയ പ്രാധാന്യമുള്ളതാണ്. വലിയ ശക്തമായ ചങ്ങല, അതിൻ്റെതായ ശക്തി, അതിൻ്റെ ഒരു കണ്ണി അറ്റുപോയാൽ അവിടെ നശിക്കും, അവിടെ നിലയ്ക്കുന്നതാണ്.